ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചുള്ള ഒരുപക്ഷെ നിങ്ങൾ അത്ര കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക കാഴ്ചപ്പാടിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഈയൊരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഇത്രയും കാലം മനസ്സിലാക്കിയിരുന്ന, അംഗീകരിച്ചിരുന്ന ഇസ്ലാമിക ചരിത്രം അത് ശരിയല്ല, മറിച്ച് പൂർണ്ണമായും തെറ്റാണെന്നാണ്. അപ്പോൾ ഈയൊരു വിവരണമനുസരിച്ച് പ്രവാചകന്റെ മരണശേഷം സംഭവിച്ചത് വലിയൊരു വഴിത്തിരിവാണ്. ആളുകൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളും നിരാശയുമൊക്കെ പടർന്നുപിടിച്ചൊരു കാലഘട്ടമായിരുന്നു അതെന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് കാലഘട്ടങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. ഒന്ന് പ്രവാചകന്റെ കാലം. അവിടെ ദൈവീകമായ മാർഗനിർദ്ദേശവും നീതിയും ഐക്യവുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ആദ്യത്തെ 3 ഖലീഫമാരുടെ കാലഘട്ടമോ? ഈ വിവരണം പറയുന്നത് അത് നേരെ തിരിച്ചായിരുന്നു എന്നാണ്. വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചത്. എവിടെയും അനീതിയും പ്രശ്നങ്ങളുമായിരുന്നു. പല അനുചരന്മാരെയും നാടുകടത്തുക പോലും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ആകെ നിരാശയിലായി. അവർക്ക് മനസ്സിലായി തങ്ങൾക്കെവിടെയോ തെറ്റുപറ്റിയെന്ന്. ആ ഒരു പശ്ചാത്താപത്തിൽ നിന്നാണ് മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാനെതിരെ ഒരു വലിയ മുന്നേറ്റമുണ്ടാകുന്നതും അവസാനം അദ്ദേഹത്തെ വധിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തുന്നതും. ഈയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് തങ്ങളുടെ തെറ്റ് തിരുത്താനായി ജനക്കൂട്ടം പ്രവാചകൻ നിശ്ചയിച്ച പിൻഗാമിയെന്ന് പറയപ്പെടുന്ന ഇമാം അലിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. മുമ്പ് അവർ അദ്ദേഹത്തിന് നൽകാതിരുന്ന ആ നേതൃത്വസ്ഥാനം ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവർ അദ്ദേഹത്തെ നിർബന്ധിക്കുകയായിരുന്നു. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. ഇമാം അലി ഭരണമേറ്റെടുത്ത ആ നിമിഷം മുതൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു വശത്ത് ജമൽ യുദ്ധം, മറുവശത്ത് മുആവിയയും കൂട്ടരും. ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതിയെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ചില ഗ്രൂപ്പുകളും രംഗത്തെത്തി. ചുരുക്കിപ്പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരു വലിയ സംഘം തന്നെ ഒന്നിച്ചു. ഏകദേശം 4 വർഷത്തോളം ഈ സംഘർഷങ്ങൾ തുടർന്നുപോയി. അദ്ദേഹത്തിന്റെ ഭരണകാലം മുഴുവൻ അദ്ദേഹത്തെയും കുടുംബത്തെയും വകവരുത്താനുള്ള ശ്രമങ്ങളായിരുന്നു എന്നാണ് ഈ വ്യാഖ്യാനം പറയുന്നത്. അവസാനം ആ ദുരന്തം സംഭവിച്ചു. അതും ഇവിടെ വെച്ചാണെന്നോ? ഒരു പള്ളിയിൽ വെച്ച്. അതിലും ഭീകരമായ കാര്യം, അദ്ദേഹം പ്രാർത്ഥനയിലായിരുന്ന സമയത്താണ് ആക്രമിക്കപ്പെട്ടത്. സുജൂദിൽ, അതായത് ദൈവത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ആ ഒരു അവസ്ഥയിൽ. അതിൽ പരം ഒരു ചതിവ് വേറെയുണ്ടോ? ഇമാം അലിയുടെ മരണത്തോടെ ആ ദുരന്ത പരമ്പര അവസാനിച്ചില്ല. അത് അടുത്ത തലമുറയിലേക്ക് കൂടി നീണ്ടു. ഇത്തവണ ഇരയായത് പ്രവാചകന്റെ തന്നെ പേരക്കുട്ടിയായ ഇമാം ഹസനായിരുന്നു. ഇമാം ഹസൻ ആരായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ ആദ്യത്തെ പേരക്കുട്ടി, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളിൽ ഒരാൾ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് സംഭവിച്ച ദുരന്തം അത് ഈ കഥയ്ക്ക് കൂടുതൽ ആഴം നൽകുന്നുണ്ട്. ഇനി അദ്ദേഹത്തിനെതിരെയുള്ള ഗൂഢാലോചന എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഈ വിവരണമനുസരിച്ച് മുആവിയയാണ് ഇതിന് പിന്നിൽ. അദ്ദേഹം ഹസന്റെ ഒരു ഭാര്യയെ തന്നെ ഇതിനായി ഉപയോഗിച്ചു. തന്റെ മകൻ യസീദിനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാം എന്നായിരുന്നു വാഗ്ദാനം. ആ വാക്ക് വിശ്വസിച്ച് അവർ സ്വന്തം ഭർത്താവിന് ഭക്ഷണത്തിൽ വിഷം കൊടുത്തു എന്നാണ് പറയുന്നത്. ഇമാം ഹസനും പോയി. ഇനി ആരാണ് ബാക്കിയുള്ളത്? അദ്ദേഹത്തിന്റെ സഹോദരൻ ഇമാം ഹുസൈൻ. കഥയുടെ അടുത്ത ഘട്ടം അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പലരും വിശേഷിപ്പിക്കുന്ന കർബല സംഭവത്തിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. അക്കാലത്ത് യസീദിന്റെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരായിരുന്നു. അതുകൊണ്ട് അവർ ഇമാം ഹുസൈന് കത്തുകൾ അയക്കാൻ തുടങ്ങി. 1 2 അല്ല, ലക്ഷക്കണക്കിന് കത്തുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ കത്തുകളിലെല്ലാം ഒരേയൊരു കാര്യമാണ് അവർ ആവശ്യപ്പെട്ടത്. താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മുന്നോട്ട് വന്നാൽ മതി. താങ്കൾക്ക് പിന്നിൽ ഒരു സൈന്യത്തെപ്പോലെ ഞങ്ങൾ അണിനിരക്കും. അവസാനം വരെ കൂടെയുണ്ടാകും. ഇതായിരുന്നു അവരുടെ വാഗ്ദാനം. അപ്പോൾ വീണ്ടും അതേ സാഹചര്യം. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇതിനു മുൻപും അവർ പ്രവാചകന്റെ കുടുംബത്തെ കൈവിട്ടവരാണ്. ഇത്തവണയും അവരത് ആവർത്തിക്കുമോ? ഈ ഒരു വലിയ ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് ഈ വിവരണം ഇവിടെ നിർത്തുകയാണ്.